ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും നീലിമയും കൂടി ഒറ്റക്കെട്ടായിട്ട് ശ്രുതിയുടെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന ഒരു എപ്പിസോഡ് ഉടനെ വരാൻ പോവുകയാണ്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് നീലിമ വീണ്ടും കാനഡയിൽ നിന്നും നാട്ടിലോട്ട് വരുവാണ്. അപ്പോൾ നാട്ടിലെത്തുന്നതും വിളിക്കുന്നത് സച്ചിയാണ്. കാരണം ആദ്യത്തെ പ്രാവശ്യം സച്ചിയുടെ വണ്ടിയിലാണല്ലോ നീലിമ എല്ലാ ആവശ്യങ്ങൾക്കും കറങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയുടെ കമ്പനി നീലിമക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വരുമ്പോഴും സച്ചിയെ തന്നെയാണ് നീലിമ വിളിക്കുന്നത്. ഇപ്രാവശ്യം വെറുതെ അല്ല വരുന്നത് നീലിമ, സച്ചിക്കായിട്ട് കാനഡയിൽ നിന്നും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് നീലിമ വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടിലെത്തുന്നതും സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചി പോയി എയർപോർട്ടിൽ നിന്നും നീലിമയെ പിക്ക് ചെയ്തിട്ട് നീലിമയുടെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് സച്ചി ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. കാരണം മറക്കാതെ തന്നെ വീണ്ടും ട്രിപ്പിന് വിളിച്ചല്ലോ, അതിന് സച്ചി നന്ദിയൊക്കെ പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചിയോടും എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം എല്ലാ ഡ്രൈവർമാരും സച്ചിയെ പോലെയല്ല, സച്ചി നല്ല കംഫർട്ടാണെന്നൊക്കെ നീലിമ തിരിച്ചും പറയുന്നുണ്ട്. യാത്രയിലുടനീളം സച്ചി പറയുന്നത് രേവതിയെക്കുറിച്ചാണ്. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, ഭാര്യ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഭാര്യ ഇഷ്ടപ്പെടാത്തവരുണ്ടോ, അവൾ എൻ്റെ എല്ലാണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ പുകഴ്ത്തി പറയുമ്പോഴേക്കും നീലിമക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ റൂം എത്തുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, സച്ചി ഈ ബാഗൊക്കെ ഒന്നെടുത്ത് എൻ്റെ മുറിയിലോട്ട് വെച്ച് തരാമോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ സച്ചി മുറിയിൽ ബാഗൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോഴേക്കും നീലിമ തൻ്റെ ബാഗിൽ നിന്നും താൻ മേടിച്ച ഗിഫ്റ്റ് സച്ചിക്കായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, ഇതെന്താ മാഡം എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് ഞാൻ സച്ചിക്കായിട്ട് മേടിച്ചതാ, ഇപ്രാവശ്യം വരുമ്പോൾ സച്ചിക്ക് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം കരുതണമെന്ന് കരുതി, അതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ഒരു സ്പെഷ്യൽ കണ്ണടയാ, സച്ചി ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചിക്ക് കൊടുക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷമാവാണേ. അത് മേടിച്ച് സച്ചി വെച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ അടുത്തൊരു ഗ്ലാസും കൂടി എടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, ഇതാർക്കാന്ന് ചോദിക്കുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഇത് വേറെ ആർക്ക്, സച്ചിയുടെ ഭാര്യ രേവതിക്ക്. കാരണം സച്ചി വാ തുറന്ന രേവതിയെ പറ്റി മാത്രമല്ലേ പറയാറുള്ളൂ. അപ്പോൾ പിന്നെ സച്ചിയെ പറ്റി ഓർക്കുമ്പോൾ ഞാൻ രേവതിയെ പറ്റിയും ഓർക്കില്ലേ, ഇത് രേവതിക്കും കൂടി മേടിച്ചതാന്ന് പറയുമ്പോൾ സച്ചിക്ക് ഒന്നുകൂടെ സന്തോഷമാവാണ്. കാരണം തനിക്ക് മാത്രമല്ല തൻ്റെ ഭാര്യയ്ക്കും കൂടി പരിഗണന കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ മാഡത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ, മാഡം എനിക്ക് ഈ കണ്ണട ഗിഫ്റ്റ് തരുന്നത് പോലെ നിന്നാൽ മതി, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ സച്ചി? അല്ല, എനിക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാമല്ലോ, ഇത് കാനഡയിൽ നിന്നും ഈ മാഡം തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നീലിമ പറയും, അതിനെന്താ സച്ചി, ഫോട്ടോ എടുത്തോളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി ഭയങ്കര സന്തോഷത്തിൽ ഈ ഗ്ലാസ്സൊക്കെ വെച്ച് രേവതിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി അമ്മയുടെ പൂക്കടയിലായിരിക്കും. അപ്പോൾ സച്ചി നേരെ കാറുമായിട്ട് പൂക്കടയിലോട്ട് പോവാണ്. അപ്പോൾ സച്ചി ഈ ഗ്ലാസ്സൊക്കെ വെച്ച് കാണുമ്പോഴേക്കും ദേവും രേവതിയൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നോക്കുന്നുണ്ട്. ഇതെന്താ സച്ചിയേട്ടാ, ഈ ഗ്ലാസ്സൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാനഡയിലെ ആ ഫ്രണ്ട് അവർ കൊണ്ടുവന്ന് തന്നതാ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുവാണ്. സച്ചി പറയും, എനിക്ക് മാത്രമല്ല രേവതി, നിനക്കും ഉണ്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ട് സച്ചി അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എനിക്കെന്തിനാ അവർ ഗിഫ്റ്റൊക്കെ മേടിച്ചത്, സച്ചിയേട്ടനെ തന്നത് ഓക്കെ, എനിക്കെന്തിനാന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, പിന്നെ സച്ചിയേട്ടൻ വാ തുറന്ന രേവതി ചേച്ചിയെ പറ്റി മാത്രമല്ലേ പറയത്തുള്ളൂ. അപ്പോൾ അവർ സച്ചിയേട്ടനെ ഓർത്തപ്പോഴേക്കും രേവതി ചേച്ചിയും ഓർത്തിട്ടുണ്ടാവും, അതാവും കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചിരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ സച്ചി പറയും, രേവതി നീ വാ ഈ ഗ്ലാസ് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഹേയ് വേണ്ട സച്ചിയേട്ടൻ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്, എനിക്കിത് ചേരില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി നിർബന്ധിച്ച് അത് വെപ്പിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ദേവ് പറയും, രണ്ടാളും അടിപൊളിയായിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും ഫോട്ടോയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അമ്മയും ദേവും കൂടി വാ നമുക്ക് ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഒന്നിച്ച് ഫോട്ടോയൊക്കെ എടുക്കുവാണ്. ഫോട്ടോ എടുത്തു കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഫോട്ടോ നോക്കുമല്ലോ എങ്ങനെയുണ്ടെന്നറിയാൻ. അപ്പോൾ ദേവും രേവതിയും കൂടി ഒന്നിച്ചിരുന്ന് ഈ എടുത്ത ഫോട്ടോസൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും സച്ചിയുടെ കൂടെ വേറൊരു പെണ്ണ് നിൽക്കുന്നു. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, ഇതാരാ സച്ചിയേട്ടാ? അപ്പോൾ സച്ചി പറയും, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കാനഡയിൽ നിന്നും ഈ ഗ്ലാസ് ഗിഫ്റ്റ് തന്നവർ. അപ്പോൾ ദേവ് പറയും, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സച്ചി പറയും, നീ എങ്ങനെ കാണാനാ, ഇവർ കാനഡയിലാ താമസം എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ഇല്ല സച്ചിയേട്ടാ, ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ സൂം ചെയ്ത് നോക്കുന്നുണ്ട്. രേവതി ചേച്ചിയുടെയും സുധിച്ചേട്ടൻ്റെയും കല്യാണം നടക്കാനിരുന്ന ടൈമിൽ ഇവരവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ ദേവുവിനെ നോക്കുന്നുണ്ട്. നീ എന്താ ദേവു ഈ പറയുന്നേ? സച്ചിയേട്ടാ എനിക്കുറപ്പാ ഇത് ഇവർ തന്നെയാ.
അന്ന് സുധിയേട്ടനോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരെ ഞാൻ ഫോളോ ഓൺ ചെയ്തായിരുന്നു. ഇവരുടെ പേര് അന്ന് ഫോണിൽ കൂടി എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ, നീലിമ. നീലിമ എന്നല്ലേ ഇവരുടെ പേരെന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും ഇങ്ങനെ നോക്കുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഹാ, നീലിമ എന്നാ ഈ പേര്. അപ്പോൾ നീ ഇവരെ കണ്ടിട്ടുണ്ടോ ദേവു? അപ്പോൾ ദേവു പറയും, ഹാ സച്ചിയേട്ടാ, ഇവർ അത്രയും ക്ലോസ് ആയിട്ടാ സുധിയേട്ടനോട് സംസാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, സുധിയേട്ടൻ്റെ പഴയ കാമുകിയുടെ പേര് നീലിമ എന്നായിരുന്നില്ലേ, നമ്മുടെ അച്ഛൻ്റെ പൈസ എടുത്ത് ഓടിപ്പോയവള്. അപ്പോൾ സച്ചി പറയും, ശരിയാണല്ലോ ദേവു, നിനക്കുറപ്പല്ലേ ഇത് അവൾ തന്നെയാണെന്ന്? ആ സച്ചിയേട്ടാ, എനിക്കുറപ്പാ, ഈ മുഖം ഞാൻ അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയതാ, ഞാൻ മറക്കത്തില്ല എന്നൊക്കെ ദേവു പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, ഹോ, ഇവളെയാണ് ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നത്, എന്നിട്ട് ഇവളെയും കൊണ്ട് തന്നെയാണോ ഞാൻ കാറിൽ കറങ്ങി നടന്നത്? വെച്ചിട്ടുണ്ട് ഇവർക്ക്, ഞാനിപ്പോൾ തന്നെ അവളെ കണ്ടിട്ടും വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി കലിതുള്ളി കാറിൽ കയറി നേരെ നീലിമയുടെ ഫ്ലാറ്റിലോട്ട് വീണ്ടും പോവാണ്. അപ്പോൾ സച്ചി വരുമ്പോഴേക്കും നീലിമ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സച്ചി വീണ്ടും, ഞാൻ ട്രിപ്പിനൊന്നും വിളിച്ചില്ലല്ലോ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇപ്രാവശ്യം ട്രിപ്പിനൊന്നല്ല വന്നത്, മാറി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് നീലിമയുടെ ഫ്ലാറ്റിലോട്ട് ഇടിച്ചു കയറി ഇരിക്കുവാണ്. അപ്പോൾ നീലിമ പറയും, സച്ചിയുടെ സൗണ്ടിലേക്ക് എന്താ ഒരു വ്യത്യാസം? ആ, വ്യത്യാസമൊക്കെ ഉണ്ടാവും, ഇത് നീലിമ കണ്ട പഴയ ഡ്രൈവർ സച്ചിയല്ല, ഇത് വേറൊരു സച്ചിയാന്ന് പറയുമ്പോഴേക്കും നീലിമ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഇതാ കൂടുതൽ ആർക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം തലേ കയറിയിരിക്കും, ഞാൻ വെക്കേണ്ടടുത്ത് എല്ലാവരെയും വെക്കണമായിരുന്നു എന്ന് നീലിമ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീ അധികം ഡയലോഗൊന്നും അടിക്കണ്ട എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നീലിമ പറയും, ഇത്രയും നേരം മാഡം മാഡം എന്ന് വിളിച്ചിട്ട് ഇപ്പോൾ നീ എന്നോ? ഹാ, നിനക്ക് ഞാൻ ഇത്രയും മര്യാദയൊക്കെ തരുള്ളൂ എന്ന് സച്ചിയും പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുധി എന്ന് പറഞ്ഞ ഒരാളെ അറിയാമോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ നീലിമ പറയും, സുധിയോ, ഏത് സുധി? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്ക് ഏതൊക്കെ സുധിയെ അറിയാം, ഇനി നിനക്ക് കുറേ കാമുകന്മാരുണ്ടായിരുന്നോടി എന്നൊക്കെ ചോദിച്ച് നീലിമയോട് ചൂടാവുകയാണ്. അപ്പോൾ നീലിമ പറയും, ദേ സച്ചി, മര്യാദക്ക് സംസാരിക്കണം, സുധി അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യം, നിങ്ങൾ എന്തിനാ അതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ആ സുധിയുടെ ചോരയാ ഞാൻ, സുധി എൻ്റെ ചേട്ടനാണെന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമക്ക് ഭയങ്കര ഷോക്കാവുകയാണ്. എന്നിട്ട് പിന്നെ അത് പുറത്തൊന്നും കാണിക്കുന്നില്ലേ, ചേട്ടനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ നിറങ്ങിപ്പോ സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ ഇറങ്ങിപ്പോവില്ല, കാരണം നിന്നെ തപ്പിയാനാണ് ഇത്രയും നാൾ ഈ നാട് മൊത്തം നടന്നത്. നീ പക്ഷേ കാനഡയിലോട്ട് നാട് വിട്ടു, പക്ഷേ അത് നീയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഇന്ന് നിന്റെ ഫോട്ടോ എൻ്റെ അനിയത്തി ഐഡൻറ്റിഫൈ ചെയ്തു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം തട്ടിയെടുത്ത് ഓടിയ ആ നീലിമയാണ് നീ എന്നൊക്കെ. നിന്നെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തതെന്നൊക്കെ പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അതിനിപ്പോൾ സച്ചിക്ക് എന്ത് വേണം, അതൊക്കെ പഴയ കഴിഞ്ഞ കഥകളാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിനക്കത് കഴിഞ്ഞ കഥകളാ, പക്ഷേ എൻ്റെ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ചോരയുടെ വേർപ്പിൻ്റെയൊക്കെ പൈസയാ അതെനിക്ക് തിരിച്ചു വേണം, നീ ആ പൈസ തരാതെ ഇവിടെ നിന്നും പോവില്ല നീലിമയെന്നൊക്കെ പറയുവാണ്. അപ്പോൾ നീലിമ ഇരുന്ന് ചിരിക്കുവാണ്. അപ്പോൾ സച്ചി പറയും, എന്തിനാടി നീ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, എൻ്റെ സച്ചി, ആ പൈസയൊക്കെ ഞാൻ എപ്പോഴേ നിങ്ങളുടെ ചേട്ടന് തിരിച്ചു കൊടുത്തു എന്ന് പറയുവാണ്. സച്ചി അപ്പോൾ അത് വിശ്വസിക്കുന്നില്ലേ, നീ എൻ്റെ അടുത്ത് കള്ളം പറയുമല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഇല്ല സച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് വന്നു പോയ ടൈമിൽ സച്ചി തന്നെയല്ലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അന്ന് ആ കേസിൻ്റെ കാര്യത്തിന് സ്റ്റേഷനിൽ എനിക്ക് സാക്ഷിയായിട്ട് സച്ചി ഒപ്പിട്ടായിരുന്നില്ലേ, ആ ഒപ്പിട്ടത് എന്തിനാ, ഞാൻ സുധിക്ക് 50 ലക്ഷം കൊടുത്തതിൻ്റെ തെളിവായിട്ടാണ് ആ സച്ചി സൈൻ ഇട്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് വീണ്ടും ഭയങ്കര ഷോക്കാവുകയാണേ. അപ്പോൾ സച്ചി സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നീ ആ പൈസ സുധിക്ക് തിരിച്ചു കൊടുത്തോ, എന്നിട്ട് അവൻ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, അവൻ എങ്ങനെ പറയാനാ, അവൻ പണ്ടേ ഫ്രോഡാ, ഞാൻ എന്തിനാ സച്ചിയുടെ ചേട്ടനെ ഇട്ടിട്ട് പോയതെന്ന് സച്ചിക്ക് അറിയാവോ, അവന് കുറേ പഠിപ്പുണ്ട് പക്ഷേ ബുദ്ധിയില്ല, സ്വന്തം അച്ഛനെ പറ്റിച്ച് അവൻ നാളെ എന്നെയും പറ്റിക്കും, അപ്പോൾ അതിനു മുമ്പ് ഞാൻ അവനെ പറ്റിച്ച് ഓടിപ്പോയതാ, പിന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പൈസ എടുത്തത് തെറ്റ് തന്നെയാ, പക്ഷേ ഞാനത് തിരിച്ചേൽപ്പിച്ചു, അതും പലിശ സഹിതം 55 ലക്ഷമാക്കിയാ തിരിച്ചു കൊടുത്തതെന്നൊക്കെ പറയുവാണ്. സച്ചിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യവും എല്ലാം കൂടി വരുവാണ്. നീലിമ പറയുന്നുണ്ട്, ശ്രുതി മാത്രമല്ല അന്നുണ്ടായിരുന്നത്, ശ്രുതിയുടെ ഭാര്യ ശ്രുതി, അവൾ അവനേക്കാളും ഭയങ്കര ഫ്രോഡാ, അവളാണ് 5 ലക്ഷം രൂപ പലിശ അടക്കം എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത്, ബ്യൂട്ടി പാർലറിൽ എന്നെ ലോക്ക് ചെയ്തിട്ടാണ് സ്റ്റേഷനിലോട്ട് അവൾ എന്നെ വിളിച്ചോണ്ടും പോയതെന്നൊക്കെ നീലിമ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നീലിമേ, ഇത് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞാൽ അവരാരും വിശ്വസിക്കില്ല, നീലിമയും കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയും, ഞാൻ എന്തിനാ സച്ചി വരുന്നത്, ഞാൻ സച്ചിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ സച്ചി പറയും, ഞാൻ പറഞ്ഞാൽ അവരിതൊക്കെ വെറുതെ ഞാനായിട്ട് നടത്തുന്ന നാടകമാണെന്നേ പറയത്തുള്ളൂ, നീലിമയുണ്ടെങ്കിൽ ഒരു തെളിവും കൂടിയാവും നേരിട്ട് വന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും, പിന്നെ അവൻ ഒരു കള്ളത്തരവും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, പ്ലീസ് നീലിമ വരണം എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നീലിമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ആ ശ്രുതിക്കും ഇട്ട് ഒരു പണി കൊടുക്കാൻ ഞാൻ
കുറേ നാളായി നിൽക്കുന്നു, ഇത് തന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് നീലിമ സച്ചിയുടെ കൂടെ പോവാണ്. അങ്ങനെ നീലിമയും സച്ചിയും കൂടി ഒറ്റക്കെട്ടായിട്ട് നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. നീലിമയെ പുറത്ത് നിർത്തിയിട്ട് സച്ചി അകത്ത് കയറി എല്ലാവരെയും ഹാളിൽ വിളിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, ഇവൻ എന്താ വേറെ ജോലിയൊന്നുമില്ലേ, ഇവിടെ ആൾക്കാർക്ക് 100 കൂട്ടം പണിയുണ്ട്, എന്താടാ സച്ചി ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ എല്ലാവരും ഇങ്ങനെ ഹാളിൽ വിളിച്ചിരുത്തുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇന്നൊരു കേസിൻ്റെ വിചാരണ നടത്താൻ പോവാന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കും, കേസിൻ്റെ വിചാരണയോ, എന്ത് കേസ്? ഈ കേസിലെ പ്രതി ദേ ഈ നിൽക്കുന്ന സുധിയാണെന്ന് പറഞ്ഞിട്ട് സച്ചി സുധിയെ പിടിച്ചു നിർത്തുവാണേ. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, എടാ ശ്രീകാന്ത് ഇവൻ്റെ കൈ പിടിച്ചേ അല്ലെങ്കിൽ ഇവൻ ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ട് സുധിയെ ലോക്ക് ചെയ്യുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ എത്ര വർഷം 30 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് 50 ലക്ഷം രൂപ ഇവൻ എടുത്തോണ്ടോടി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവനല്ലല്ലോ, ഇവനെ പറ്റിച്ചിട്ട് ഇവനെ സ്നേഹിച്ച ആ പെണ്ണല്ലേ അതെടുത്തോണ്ട് മോടിയത്, ഇതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ സച്ചി, ഇത് നീ എന്തിനാ വീണ്ടും പറയുന്നത് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പഴയ കഥയാണച്ചാ, പക്ഷേ ഈ കേസിൻ്റെ വിചാരണയാ ഇന്ന് നടക്കാൻ പോകുന്നത്. അച്ഛാ ആ 50 ലക്ഷം രൂപ 55 ലക്ഷമാക്കിയിട്ട് ഇവനെ സ്നേഹിച്ച ആ പെണ്ണില്ലേ, അവൾ ഇവന് തിരിച്ചു കൊടുത്തു. ആ വിവരം ഇവൻ നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയും അതിനെ തടയാൻ നോക്കുന്നുണ്ട്. എൻ്റെ സച്ചി നീ എന്താ പുതിയ കഥകളായിട്ടൊക്കെ വന്നിരിക്കുവാണോ, ഇവൻ എന്തൊക്കെയാണച്ചാ ഈ പറയുന്നത്, 55 ലക്ഷമോ, വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ പറയുവാണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ലാത്ത കഥകളൊന്നല്ല, ഉള്ള കഥയാണച്ചാ, ഇവൻ 55 ലക്ഷം അവരിൽ നിന്നും മേടിച്ചു. എനിക്ക് തോന്നുന്നത് ഇവൻ ആ ഷോറൂം തുടങ്ങിയത് തന്നെ അച്ഛൻ്റെ കാശിനാണെന്നാണെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഈ സച്ചിക്ക് എപ്പോഴും എല്ലാ ദിവസവും ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എല്ലാവരും ദേ സുധിക്കൊക്കെ ഓഫീസിൽ പോകാനുള്ളതാ, ജോലിക്ക് പോകാനുള്ളതാ, നീ പോയടാ സച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ പോകുമ്പോഴേക്കും സച്ചി എല്ലാവരെയും പിടിച്ച് നിർത്തുവാണേ. ആരും പോകരുത്, സത്യം ഞാൻ ഇവൻ്റെ വായിന്ന് തന്നെ പറയിപ്പിക്കും. എടാ സുധി 55 ലക്ഷം രൂപ നിനക്ക് അവൾ തന്നില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും സുധി പറയും, ഏതവള്? ശ്രുതിയും കൂടെ നിന്ന് സുധിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കും, സച്ചി നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ ഞങ്ങൾക്ക് 55 ലക്ഷം രൂപ കിട്ടിയെന്ന്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയരുതെന്ന് പറയുമ്പോഴേക്കും സച്ചി നീലിമയെ വിളിക്കുവാണ്. നീലിമ അകത്ത് കയറി വരുമ്പോഴേക്കും നമ്മുടെ സുധിയൊക്കെ അങ്ങോട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇതാണ് സുധിയെ സ്നേഹിച്ച സുധിയുടെ പഴയ കാമുകി നീലിമ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ തന്നെ രവീന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നുണ്ട്, മോളെ അപ്പോൾ നീയാണോ എൻ്റെ 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയവള്? അപ്പോൾ ആദ്യം തന്നെ നീലിമ രവീന്ദ്രനോട് മാപ്പൊക്കെ പറയുന്നുണ്ട്, അങ്കിളെ എന്നോട് ക്ഷമിക്കണം, അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്തു പോയതാ, ഞാൻ അതിന് എത്ര സോറി പറഞ്ഞാലും മതിയാവൂല എന്ന് എനിക്കറിയാം അങ്കിൾ, പക്ഷേ ഞാൻ ആ 55 ലക്ഷം രൂപയാക്കിയിട്ട് നിങ്ങളുടെ മകൻ അത് എപ്പോഴേ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രയും ഇങ്ങനെ ദേഷ്യത്തിൽ ശ്രുതിയും നോക്കുവാണേ. ശ്രുതി അപ്പോഴും പറയുന്നുണ്ട്, അച്ഛാ ഇവളും സച്ചിയും കൂടി ചേർന്ന് വെറുതെ ഇല്ലാത്ത കഥകളൊക്കെ മെനയുക, ഇതൊക്കെ വെറുതെയാന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഇല്ല അങ്കിൾ ഞാൻ തിരിച്ചു കൊടുത്തു, ഇത് അതിനുള്ള തെളിവുകളാണെന്ന് പറഞ്ഞിട്ട് നീലിമയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും, അതായത് ശ്രുതിക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പൈസയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെ അവർ സൈനിട്ട് കൊടുത്ത പേപ്പേഴ്സും എല്ലാം കാണിക്കുന്നുണ്ട്. വർഷയും ശ്രീകാന്തും വായിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ ശരിയാണ്, ഇവർ ഈ പൈസ നേരത്തെ കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയൊക്കെ ഒന്നും മിണ്ടാതെ ശ്രുതി ഇങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നീലിമ വീണ്ടും മാപ്പ് പറയുന്നുണ്ട്, ഞാൻ എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ല അങ്കിളെ, അങ്കിളിൻ്റെ കഷ്ടപ്പാടിൻ്റെ പൈസയായത്, അപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ എടുത്തതാ. നിങ്ങളുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ശ്രുതിക്ക് അതിനൊത്ത ടാലൻറ്റോ ബുദ്ധിയോ ഒന്നുമില്ല, പഠിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സച്ചി അങ്ങനെയല്ല കേട്ടോ, നല്ല കഴിവും ബുദ്ധിയും സ്മാർട്ട്നെസ്സും എല്ലാം ഉണ്ട്. അങ്കിളിൻ്റെ മോനെ ഞാൻ ഇട്ടേച്ചും പോകാനുള്ള കാരണവും അത് തന്നെയാണ്. നിങ്ങളെ പറ്റിച്ചവൻ നാളെ എന്നെയും പറ്റിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ പറ്റിച്ചും പോയതാ. ഇതൊന്നും ഒന്നിനും ഒരു റീസൺ ആവത്തില്ല അങ്കിളിൻ്റെ പൈസ എടുത്തതിൽ, എന്നോട് ക്ഷമിക്കണം അങ്കിളെ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, നീലിമേ സത്യങ്ങളൊക്കെ നീ ബോധ്യപ്പെടുത്തി കഴിഞ്ഞില്ലേ, ഇനി പോയിക്കോളൂ, ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ നീലിമ ശ്രുതിയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ പറയുന്നുണ്ട്, അങ്കിളുടെ മോനെക്കാളും കൂടുതൽ ഫ്രോഡ് ഇതേ ഇവൻ്റെ ഭാര്യ പലിശ സഹിതം 55 ലക്ഷം ആക്കിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നൊക്കെ നീലിമ കൂട്ടത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് നീലിമ പോകുന്നത്. നീലിമ പോയി കഴിയുമ്പോഴേക്കും ചന്ദ്ര സുധിയെ വിളിക്കുന്നുണ്ട്. എടാ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോഴേക്കും സുധി പേടിച്ച് വിറച്ചടത്തോട്ട് ചെല്ലുവാണേ. സുധി അടുത്ത് കിട്ടുന്നതും ചന്ദ്ര മുഖത്തിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട്. എന്തിനാടാ നീ ഇത് ഞങ്ങളോട് ചെയ്തത്, എന്തിനാ ഞങ്ങളിൽ നിന്നത് മറച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സുധി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അപ്പോൾ ഇവർ ഷോറൂം തുടങ്ങിയത് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത, അതായത് മലേഷ്യക്കാരൻ അയച്ചു കൊടുത്ത 50 ലക്ഷം രൂപയ്ക്കല്ല, നമ്മുടെ അച്ഛൻ്റെ കാശിനാണെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ
മോളെ ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? നിന്റെ അച്ഛൻ അയച്ച കാശിനല്ലേ അപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ശരിയാണ് അങ്കിൾ, അങ്കിളിൻ്റെ കാശിനാണ് ഞങ്ങൾ ബിസിനസ് തുടങ്ങിയതെന്ന് പറയുമ്പോഴേക്കും ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, എടാ നിങ്ങളിത് ഞങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ തരുമായിരുന്നില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് തല്ലുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ശ്രുതി പറഞ്ഞിട്ടാ ഇങ്ങനെ ചെയ്തത്, ശ്രുതിയാ പറഞ്ഞത് വീട്ടിൽ പറയാതെ നമുക്ക് ബിസിനസ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഒറ്റിക്കൊടുക്കുവാണ്. അപ്പോഴേക്കും ചന്ദ്ര ദേഷ്യം മൊത്തം പിന്നെ ശ്രുതിയോട് തീർക്കുവാണ്. ശ്രുതിയുടെ അടുത്തോട്ട് പോയി, എടി കള്ളി നീയാണല്ലേ അപ്പൻ്റെ മകന് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞ് ശ്രുതിയെ ഒരുപാടിട്ട് തല്ലി ചതക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി ശ്രുതിക്ക് പഠിപ്പുണ്ടെങ്കിലും വിവരമില്ല, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്താലേ ശ്രുതിക്ക് മുന്നേറി വരാൻ സാധിക്കുകയുള്ളൂ. ശ്രുതിക്കാണെങ്കിൽ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര ആഗ്രഹമല്ലേ, ബിസിനസ്സിലെ മുതലാളിയായിട്ട് മാത്രമേ ഇരിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പൈസ കിട്ടിയെന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെ ഷെയർ കൊടുക്കേണ്ടി വരും, നിങ്ങൾ ശ്രുതിക്കായിട്ടൊന്നും ചെയ്തില്ലല്ലോ, അതാണ് ഞാനിപ്പോൾ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഒന്നുകൂടെ ദേഷ്യം വരുവാണ്. വീണ്ടും തല്ലുന്നുണ്ട് ഒരുപാട്. നിൻ്റെ അപ്പം മലേഷ്യക്കാരൻ അച്ഛൻ നിനക്കൊന്നും തന്നില്ലല്ലേടി എന്നൊക്കെ പറഞ്ഞും കൂട്ടത്തിൽ ഒരുപാട് തല്ലുന്നുണ്ട്. ശ്രുതി ഒന്നും എതിർത്ത് പറയുന്നു പോലുമില്ല. ചന്ദ്ര തല്ലുന്നതും കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ശ്രുതിക്ക് അത് കാണുമ്പോൾ ഒന്നുകൂടെ സങ്കടമാവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.